താൻ ജീവിതത്തിൽ ഒന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിനക്ക്. അതിനുള്ള മരുന്നേ അത് മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേ ഉണ്ടാവത്തുള്ളൂ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അനാവശ്യ ചിന്തകൾ കൂട്ടിവെച്ച് നീ ചെന്നെത്തുന്നത് അങ്ങനെ ഒരു ഡോക്ടറുടെ മുന്നിൽ തന്നെയായിരിക്കും. അതിന്റെ ലക്ഷണങ്ങളാ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നേ. വല്ലവരും പറയാതെ വല്ലയിടത്തേക്കും പോയതിനെ എന്നെ ഭ്രാന്തിയാക്കാൻ നോക്കണ്ട. നീ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതല്ല അതിന്റെ ലക്ഷണങ്ങളാണെന്നേ പറഞ്ഞുള്ളൂ. എടി അവര് പോലെ എനിക്ക് വിഷമമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ അവരെന്റെ ആരാ. പക്ഷെ നീ പലപ്പോഴും പലർക്ക് മുന്നിലും മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യത്വം. അത് നിന്റെ 7 അയലത്തൂടി പോയിട്ടില്ല. ശ്യാമേ, നീയായിട്ട് ഇവിടെ ആർക്കും ഒരു സഹായവും ചെയ്യില്ല. ചെയ്യുന്നവരെ കൊണ്ടെങ്കിലും ചെയ്യിക്കാതിരിക്കരുത്. നീ നിന്നോട് തന്നെ ചെയ്യുന്ന വലിയൊരു ദ്രോഹം അത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇപ്പൊ എല്ലാ കുറ്റം എനിക്കായി. ഓരോരുത്തർ ഓരോ വയ്യാവേലികളെ വിളിച്ച് കുടുംബത്തേക്ക് കൊണ്ടുവരും. കിടക്കപ്പുറത്ത് ഇല്ലാതായത് എനിക്ക്. പുറത്തൊന്നുമില്ല. ഇനിയിപ്പോ ശാലിനി അവരെ കൊണ്ടുപോകാൻ വരുമ്പോ എന്തു പറയൂ? അവൾ ഉത്തരവാദിത്തോടെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതല്ലേ. മഹേട്ടാ ചന്ദ്രൻ മുറിയെ കാണാനില്ല. കാണാനില്ലെന്നോ? എടി, അവളെ സൂക്ഷിക്കണമെന്നും മുറി താക്കോലിട്ട് പൂട്ടണമെന്നും പറഞ്ഞപ്പോ നീ അല്ലടി പറഞ്ഞത് അവൾ ഒരിടത്തേക്കും പോവില്ല, മുറിയുടെ പുറത്തോട്ട് ഇറങ്ങിയ നീ അറിയൂന്ന്. എന്നിട്ട് അവൾ എവിടെ? പറയടി. നിന്റെ മോള് നിന്റെ സംരക്ഷണയിൽ നിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന അഹങ്കരിച്ചാണല്ലോ നീ പറഞ്ഞത്. അപ്പൊ പിന്നെ അവളെ എവിടെ പോയിന്ന് പറയാനുള്ള ബാധ്യതയും നിനക്കുണ്ട്. നീനും മിണ്ടരുത്. കേട്ടില്ലേ? റിങ്ങുണ്ട്, പക്ഷെ എടുക്കില്ല. വല്ലവന്റെയും കൂടെ പോയിരിക്കുന്നവളൊക്കെ ഞാൻ വിളിച്ച ഫോൺ എടുക്കൂ. ഹലോ ചന്ദ്രേ, നീ ഇതെവിടെയാ? ഞാൻ ഏട്ടന്റെ അടുത്തുണ്ട്. ഇന്നലെ രാത്രി ഏട്ടന് നെഞ്ചുവേദന വന്നു. മരിച്ചു എന്ന അവസ്ഥയിലെത്തിയ ഏട്ടനെ തക്ക സമയത്ത് ഇഞ്ചക്ഷൻ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പ്രകാശ. ആ അവസ്ഥ ഇനിയും വരാന്നാ പറയുന്നത്. സൂക്ഷിക്കണമെന്നും പറയുന്നു. അച്ഛൻ അറിഞ്ഞ വിടില്ലെന്നറിയാം. അതാ ഞാൻ രാത്രി തന്നെ ആരും അറിയാതെ പോന്നത്. എന്നിട്ട് ഇപ്പൊ അവൻ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്, ഉറങ്ങാം. എങ്ങ് തന്നെ മോളെ, പേടിക്കാൻ മാത്രം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, മോളെ കുഴപ്പമൊന്നുമില്ല. മഹേട്ടാ, അവന്റെ ഹാർട്ടിന്റെ പ്രോബ്ലം ക്ലിയർ ആക്കിന്നല്ലേ എന്നോട് പറഞ്ഞത്? മഹേട്ടാ, എന്താ? അല്ല, അന്ന് അവന്റെ ഹൃദയവാൽവിന് എന്തോ തകരാറുണ്ടായെന്നും അത് ചികിത്സിച്ച് ഭേദമാക്കിയെന്നും അല്ലേ മഹേട്ടൻ എന്നോട് പറഞ്ഞത്? അതെ. പിന്നെ എന്താ നമ്മുടെ മോൻ ഇങ്ങനെ വന്നത്? അത് നീ ഫോണിൽ നിന്ന് ഈശ്വര,